നമസ്കാരം, ഏവരെയും കുരുസ്മാനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമുക്കൊരു ഫിഷ് സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ചെറിയൊരു സംശയം തോന്നത്തില്ലേ, ഈ മീനൊക്കെ കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുമെന്ന്? നമ്മുടെ ഈ ചിക്കനേക്കാളും പോർക്കും കൊണ്ടുള്ള സാൻഡ്വിച്ചിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഫിഷ് കൊണ്ടുള്ള സാൻഡ്വിച്ച്. അപ്പോൾ അതിനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഇപ്പോൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ബ്രെഡാണ്. പിന്നെ ഞാൻ ഈ ടിന്നിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചൂരമീൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. അത് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചത്. പിന്നെ ഉള്ളി വേണം, മയോണൈസ്, കുരുമുളക് പൊടി, ഉപ്പ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ ടിൻ ഫിഷിൻ്റെ ബൗളിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളകും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് നോക്കിക്കണേ. അതിന് ശേഷം പിന്നെ നമ്മളൊരു ചെറിയ തവ എടുക്കുക. അതിനകത്തേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ മീനിൻ്റെ മിശ്രിതം ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നമുക്ക് മലയാളികൾക്ക് ആ പച്ചമണം അങ്ങനെ അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് വരട്ടിയെടുത്തത്. ഞാനിവിടെ ഒരു 100 ഗ്രാമിൻ്റെ ടിൻ ഫിഷാണ് എടുത്തത്. ട്യൂണയുടെ ടിൻ ഫിഷാണ് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ മുള്ളില്ലാത്ത ഏതെങ്കിലും ഒരു മീൻ, തിലാപ്പിയോ എന്തെങ്കിലും ഒരു മീൻ എടുക്കുക. അത് ഇതേപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കശക്കി എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിങ്ങെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഈ മയോണൈസ് ഒന്ന് മിക്സ് ചെയ്യണം. ഒരു സ്പ്രെഡ് പോലാണ് ഇരിക്കണത്. അപ്പം ആവശ്യത്തിന് മയോണൈസ് ഞാനിവിടെ ഒരു 2-3 സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മയോണൈസ് ചേർക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂണ് ഇട്ടിട്ടുണ്ട്. കുറച്ച് മയോണൈസ് മതിയെങ്കിൽ അങ്ങനെ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉടഞ്ഞു പോയാലും കുഴപ്പമില്ല, നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് 1-2 സ്പൂണ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുഞ്ഞായിട്ട് അരിഞ്ഞ സവാളയാണത്. അപ്പം നന്നായിട്ട് അതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് കുരുമുളക് കൂടി ചേർക്കാം. ഇനി ഒരു പൊടിക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഉപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ്ട് ഏകദേശം ഇങ്ങനെ ഒരു രൂപത്തിൽ നമ്മൾ സാധാരണ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു തരത്തിലുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ മീനിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഇതേപോലെ തന്നെ 2 സ്പൂൺ മയോണൈസ് ചേർക്കുക. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് പൊടിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് 2-3 സ്പൂണ് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒത്തിരി എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ചേർത്താലും മതി. ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതാണ്ട് സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫിഷ് സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാം. അപ്പോൾ ഒരു ബ്രെഡ് എടുക്കുക, അതിൻ്റെ മുകളിൽ ബട്ടർ തേക്കുക. പിന്നെ ഒരു ബ്രെഡ് എടുക്കുക, അതിൻ്റെ മുകളിൽ ബട്ടർ തേക്കുക. പിന്നെ ഫിഷ് എടുക്കുക, അതിൻ്റെ ബ്രെഡിൻ്റെ മുകളിൽ തേക്കുക. രണ്ടും കൂടെ വെച്ച് അടച്ച് വയ്ക്കുക. ഇത് തന്നെ പരിപാടി. അപ്പോൾ ഇതുപോലെ 2 മീനും ഒരേപോലെ ചെയ്യുക. ഞാൻ സ്പീഡിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഒരുപാടായിക്കഴിഞ്ഞാൽ നിങ്ങളത് കാണാൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അങ്ങനെ 2 തരത്തിലുള്ള ഫിഷിൻ്റെയും ഈ 2 സാൻഡ്വിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ പാൻ ചൂടാക്കുക, അതിനകത്ത് ബ്രെഡ് വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കുക, മുറിച്ചെടുക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞങ്ങൾ 2ആയിട്ട് മുറിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സലാഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ചില പിള്ളേർക്ക് ടൊമാറ്റോ സോസ് വെച്ചും കഴിക്കാൻ ഇഷ്ടമാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണ്. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ മയണൈസാണ്. ഒരുപാട് മയണൈസ് ചേർത്തിട്ട് കൊടുക്കരുത്, കുറച്ച് ചേർത്തിട്ട് കൊടുക്കുക. അപ്പം നല്ല അടിപൊളിയൊരു ടേസ്റ്റുള്ള ഫിഷ് സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.